فأصمهم وأعمى أبصارهم. എത്ര വലിയ ഗൗരവത്തോടാണ് അല്ലാഹു പറഞ്ഞത്. ശാപത്തിന്റെ വാക്കാണ് അല്ലാഹു പറഞ്ഞത്. അവർ ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മൂഢരാണ്, അവർ ബധിരരാണ്. ആരെ കുറിച്ചാണ് ഈ പറഞ്ഞത്? ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബക്കാരെ കണ്ടിട്ട് മിണ്ടാത്തവരുണ്ടോ? ചൊടിയുള്ളവരുണ്ടോ? അല്ലാഹു അവരെ കുറിച്ചാണ് പറയുന്നത്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അല്ലാഹുവിന്റെ ശാപം അവരുടെ മേലിറങ്ങുകയാണ്. പിന്നെ എവിടെയാണ് റഹ്മത്ത് കിട്ടുക? എങ്ങനെ കടം മാറും? എങ്ങനെ വീട് വെക്കാൻ കഴിയും? എങ്ങനെ രോഗം മാറും? എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? ഇല്ല മക്കളെ, ഇല്ല മക്കളെ, പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാന്റെ വാക്കാണ്, അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അവരുടെ മേൽ അള്ളാന്റെ ശാപമാണ്, അള്ളാന്റെ കോപമാണ്. ഫഅസമ്മഹും വഅമാ അബ്സാറഹും. അവർ മൂഢരാണ്, അവർ ബധിരരാണ്. ഇതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, മൻ ഖതഅ കാരിബഹുൽ ളുഅഫാ വഹജറഹും വതകബ്ബറ അലൈഹിം വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി فهو داخل في هذه الآية محروم عن دخول الجنة. ആരെങ്കിലും തന്റെ അകന്ന ബന്ധുവാകട്ടെ അടുത്ത ബന്ധുവാകട്ടെ ആ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുന്നവരാരാണോ, വഹജറഹും അവരുമായി വിട്ടു നിൽക്കുകയാണ്, വതകബ്ബുറ അലൈഹിം അവരെ കണ്ടാൽ ധാർഷ്ട്യമാണ്, അവരെ കണ്ടാൽ അഹങ്കാരമാണ്, അവരെ കണ്ടാൽ കിബറാണ്, വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി അവരുടെ പുറകിലേക്ക് പോവുകയില്ല. കല്യാണത്തിനോ മംഗലത്തിനോ വിളിച്ചാൽ പോവൂല, ഹൗസ് വാമിങ്ങിന് വിളിച്ചാൽ പോവൂല. കുടുംബത്തിൽ എന്തെങ്കിലും വലിയ ആഘോഷങ്ങളോ ഏതെങ്കിലും മജ്‌ലിസുകളോ ഉണ്ടായാൽ ഈ കുടുംബക്കാരനെ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുകയില്ല. അങ്ങനെ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ നടക്കുന്ന വ്യക്തികൾ ആരാണോ, മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്ന അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വഹുവ ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയ അല്ലാഹു ശപിക്കപ്പെട്ടവരെന്ന ഏതൊരു ആയത്ത് കൊണ്ട് അല്ലാഹു ലോകത്തോട് അറിയിച്ചിട്ടുണ്ടോ ആ ആയത്തിൽ അവരും അർഹരാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നതറിയാണ്. നമ്മൾ വലിയ വാശി, വൈരാഗ്യം, ഗർവ്, പ്രൗഢി മുണ്ടൂല. ഓനെ കൊണ്ട് നമ്മൾ മിണ്ടൂല. അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവനടുത്ത് മിണ്ടാം. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയിട്ട് മിണ്ടണം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി പകരത്തിന് പകരം മുണ്ടുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് വരട്ടെ, ഓൻ ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടട്ടെ, ഓൻ എനിക്ക് ഇങ്ങോട്ട് സലാം പറയട്ടെ, എന്നാൽ ഞാൻ അവൻ അങ്ങോട്ട് സലാം പറയാം. റസൂൽ പറഞ്ഞു, അവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിൻ അൽ വാസിലു പിന്നെ ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ? ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹാ കുടുംബ ബന്ധം മുറിച്ചു മാറ്റപ്പെട്ടാൽ ഇങ്ങോട്ട് വരുന്നത് നോക്കാതെ അങ്ങോട്ട് പോയിട്ട് സലാം പറയണേ, അവൻ തന്നെയാണ് മികച്ചവനും ശ്രേഷ്ഠനുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി.